നമസ്കാരം നൻപ, ബെസ്റ്റ് ഫോർ എവറിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നൊരു ചെറിയൊരു വീഡിയോ ആണ്. ചെറിയൊരു വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു പാര മേടിച്ചിട്ടുണ്ടായിരുന്നു. പാര ഒന്ന് ഇലയിലൊന്ന് പൊള്ളിച്ചെടുക്കാൻ പോവുകയാണ് നൻപ. കൂടാതെ നമ്മുടെ ചാനൽ വീഡിയോസ് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കമൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. എങ്കിൽ മാത്രമേ നമുക്ക് പോരായ്മ ഉണ്ടെങ്കിൽ പോരായ്മകൾ മാറ്റി പുതിയ പുതിയ വീഡിയോസ് നമ്മൾ നല്ല രീതിയിൽ നമുക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക. വെറൈറ്റി വീഡിയോസ് ചെയ്യുന്നതാണ്. എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. നമുക്ക് എന്താണ് റെഡിയാക്കാം. മീൻ കട്ട് ചെയ്ത് പരിചയമൊന്നുമില്ല, അതുകൊണ്ട് ചിലപ്പോൾ ഏകോണം ത്രികോണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ നമുക്ക് മൊത്തം വരയിട്ടെടുക്കാം. അപ്പം നമുക്ക് ഇവനൊന്ന് മസാലയിലൊന്ന് പുരട്ടിയെടുക്കാം, എന്നിട്ട് വാഴയിൽ പൊതിയാം. ഓക്കെ, നമ്മൾ മുളക് പൊടി എടുക്കുകയാണ്. ഒരു 4 സ്പൂണോളം എടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി 2 സ്പൂൺ, 2 ശകലം മതി. ഇപ്പം നമ്മൾ നോക്കിയിട്ടിട്ടാവും മിക്സ് ചെയ്തിട്ട്. മഞ്ഞൾപ്പൊടി, ഗരം മസാല 1.5. ആയിട്ടില്ല, കുറച്ച് വേണം, കുറച്ച് ലൂസായിട്ട് തന്നെ വേണം. ശകലം ഉപ്പും കൂടി. നമ്മൾ ചെറുനാരങ്ങ ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ ചേർക്കണം. നല്ലപോലെ ഒന്ന് ചെറിയ അതിൽ തികയെന്ന് അറിയത്തില്ല, അല്ലെങ്കിൽ നമ്മളൊന്നുകൂടെ ഒഴിക്കേണ്ടി വരും. യവനിലേക്കൊന്ന് പുരട്ടി കൊടുക്കാം. ഇതാ, മൊത്തം നമ്മൾ മസാല പുരട്ടി അവനങ്ങ് എടുക്കണം. കണ്ടില്ലേ? അപ്പം നമുക്കിതിനൊന്ന് വാഴയിലയിൽ പൊതിഞ്ഞെടുക്കാം. നമ്മളിതുപോലെ മൊത്തം നമുക്കൊന്ന് മടക്കിയെടുക്കാം. നമ്മൾ 2 പാനും കത്തിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിൽ വെച്ച് രണ്ടെണ്ണം ഇരിക്കുള്ളൂ ഇതിനകത്ത്. അപ്പം നമ്മൾ ഒരെണ്ണം അത് അടച്ചു വെച്ചിട്ടുണ്ട്. അടുത്തത് അതുപോലെ നെക്സ്റ്റ് ചെയ്യാം. അപ്പുറത്ത് അടച്ചു വെച്ചാൽ നമുക്ക് മുകൾ സൈഡ് വെന്ത് കിട്ടത്തുള്ളൂ. എന്താ നമ്മൾ ഒരു സൈഡൊന്ന് മറിച്ചിട്ട് കൊടുക്കാൻ പോകണം.
വീണ്ടും അതുപോലെ നമ്മൾ അടച്ചു വയ്ക്കണം. നമ്മൾ മറ്റേതും അതുപോലെ നമ്മുടെ മീൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അതിനൊന്ന് മീൻ പൊള്ളിച്ചിട്ടുണ്ട്. നമുക്കിനി പ്ലേറ്റിലോട്ട് മാറ്റിയാണ്. നല്ല മണവുമുണ്ട്. നമ്മൾ 2 സ്റ്റെപ്പ് പാനാണ് വെച്ചത്. 4 പീസേ വയ്ക്കാൻ പറ്റിയിട്ടുള്ളൂ. നാല് പീസ് നമ്മൾ എടുത്തിട്ടുണ്ട്. നൻപ നമ്മുടെ വാഴയിൽ പൊള്ളിച്ച മീൻ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, പാര മീനാണ് നമ്മൾ പൊള്ളിച്ചത്. ഇനി ഒരു 3 പീസ് കൂടെ നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ അത് ഇപ്പോൾ തന്നെ ഉണ്ട്, സമയം ഒരുപാടായി, പുറത്തൊക്കെ നല്ല ഇരുട്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കണ്ടില്ലേ, ഇനി ഇതിനൊന്ന് പൊട്ടിക്ക് കാണിച്ചു തരാം. ചൂടാണ്, നല്ല ചൂടുണ്ട്, കൈ പൊള്ളും. എന്തായാലും നമുക്ക് സ്പൂൺ വെച്ചെടുക്കാം. ഇതാ കണ്ടില്ലേ, എന്ത് സോഫ്റ്റ് ആണെന്ന് നോക്കിയേ. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആണ്. ഇനി അത് കഴിച്ച് കാണിക്കാം. ചൂടാണ്. നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നമ്മൾ വാഴയിൽ പൊള്ളിച്ചതാണ്. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആണ്. അങ്ങനെ നൻപ പൊളിയല്ലേ? ഇഷ്ടമായാൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.